നമ്മുടെ കാസർഗോഡ് രാജപുരം പള്ളി. അത് ആക്ച്വലി നമ്മൾ അതിനെക്കുറിച്ച് കേൾക്കുന്നതും അറിയുന്നതുമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും, ആ ഇടവകക്കാരനായിട്ടുള്ള ഒരാളിൽ നിന്ന് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ ഒരുപാട് ആകാംക്ഷ തോന്നി. ആകാംക്ഷ മറ്റൊന്നുമല്ല കേട്ടോ. 1962 അതായത് നമ്മളൊക്കെ പറയില്ലേ, ഏത് കേരളത്തിൻ്റെ മുക്കുമൂല എടുത്താൽ പോലും പന്നിയും കാട്ടുമൃഗങ്ങളും ഒക്കെ വലിയ കാടുകളും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലേക്ക് അന്ന് വന്ന് താമസിച്ചു തുടങ്ങിയ ഒരുപാട് പഴമക്കാർ അവരുടെ വിശ്വാസം വളർത്തുന്നതിനും ഒന്ന് പള്ളിയിൽ പോകുന്നതിനും കുർബാന കൂടുന്നതിനുമൊക്കെയായി ആദ്യമായി പണിത പള്ളിയാണെങ്കിൽ കൂടി ഗംഭീരമായിട്ട് അന്ന് അവർ പണിത പൈതൃകത്തിൻ്റെ സ്മാരകമായ ഒരു പള്ളി. ആ പള്ളി ഏതാണെന്നല്ലേ? കണ്ടു കഴിഞ്ഞാൽ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മളതിനെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കുരിശാകൃതിയിൽ പണിത, അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള, മരങ്ങളാലും ഓടുകൾ കൊണ്ടും പണിത, ഒരുപാട് അത്രയും ചൂടുള്ള ഒരു ജില്ലയായിട്ട് കൂടി അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ലഭിക്കുന്ന രീതിയിൽ പണിത് കൽപ്പിച്ചിട്ടുള്ള, ഫുള്ള് മരത്തിൻ്റെ കഴുക്കോലും കാര്യങ്ങളും ഒക്കെയായിട്ട് നല്ല ഭംഗിയിൽ അത്യാവശ്യം ആളുകളൊക്കെ ജനങ്ങൾ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് തിക്കും തിരക്കും വരുമെങ്കിലും പണിതിട്ടുള്ള അതിഗംഭീരമായ പൈതൃക സ്മാരകം എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പള്ളിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. രാജപുരത്ത് ഈ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറി പാർത്ത കുറെ ക്രിസ്ത്യാനികൾ ഉണ്ട്. സ്വാതന്ത്ര്യത്തിന് മുമ്പേ കുടിയേറി പാർത്തവരാണ്. ഇപ്പൊ ഞാൻ ആ രാജപുരത്തെ കൺവെൻഷനിൽ ചെന്നപ്പോ അവിടെയുള്ള പള്ളിയിൽ പകൽ സമയത്ത് ഇരുന്ന് കുറച്ചു നേരം പോയിരുന്ന സമയത്ത് എന്നോടൊരാൾ പറഞ്ഞു, അച്ഛാ, കുടിയേറ്റത്തിന്റെ ആരംഭകാലത്ത് ജീവിക്കാൻ വേണ്ടി വെപ്രാളപ്പെട്ട്, ജീവിക്കാൻ വേണ്ടി പാടുപെട്ട് ഈ ദൂരം താണ്ടി എത്തിയ ഒരു ജനത, നമ്മുടെ പൂർവികര്, ആ ജനത ആ നാട്ടിലെത്തിക്കഴിഞ്ഞപ്പോ അവിടെ ഈ മുള്ളും മരടും മൂർഖനും നിറഞ്ഞ വഴികളിൽ മലമ്പാമ്പിനോടും അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങളോടും പിന്നെ മലേറിയ, കോളറ, വസൂരി തുടങ്ങിയ പകർച്ചവ്യാധികളോടുമൊക്കെ പൊരുതി ജീവിതം രൂപപ്പെടുത്താൻ ഈ ജനത ആരംഭിച്ച ആ പ്രതിസന്ധിയുടെ പ്രതികൂലത്തിന്റെ കാലത്ത് ഒരു കുടില് കെട്ടി മക്കളെ തോരാതെ പെയ്യുന്ന മഴയിൽ ചോരാതെ കിടക്കാൻ ഒരു കുടില് കെട്ടി താമസിപ്പിക്കുന്നതിന് മുമ്പ് അവരൊരു പള്ളി കെട്ടി. വീടുണ്ടാക്കുന്നതിന് മുമ്പേ ആ ജനത ഒരു പള്ളി ഉണ്ടാക്കി. അച്ഛൻ്റെ മനസ്സിൻ്റെ ആ ഒരു എന്താ പറയുക, ആ സന്തോഷം ഒന്ന് നമ്മൾ അനുഭവിച്ചറിയണം. അച്ഛനത് പറഞ്ഞു വരുമ്പോൾ ആ കാലഘട്ടങ്ങളിൽ അന്ന് കാടിനോടും കാലാവസ്ഥകളോടും പേമാരിയോടും കാട്ടുമൃഗങ്ങളോടും ഒക്കെ പോരാടിയ ഒരുപാട് മനുഷ്യരുടെ വേദന അച്ഛൻ്റെ ആ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇല്ലേ? ഒരു കുടില് കെട്ടി അതിൽ കുഞ്ഞുങ്ങളെ കിടത്തുന്നതിന് മുമ്പേ അവർ ഒരു പള്ളി കെട്ടി. എന്തുകൊണ്ടാണ് പള്ളി കെട്ടിയത്? ആ പള്ളി ഏതാണ്? ആ പള്ളിയുടെ പേരെന്താണ്? ആ പള്ളി എവിടെയാണ്? എന്തിനു വേണ്ടിയാണ് ആ പള്ളി അവർ കെട്ടിയത്? അന്നവർ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എത്ര മാത്രം ഉണ്ടാകുമെന്ന് ഇന്നത്തെ ന്യൂ ജനറേഷനോ ഇന്ന് 40-50 കഴിഞ്ഞ് എവിടെ നിന്നൊക്കെയോ സമ്പാദിച്ചു കൂട്ടിയ സമ്പാദ്യങ്ങളുടെ മുകളിൽ മതിമറക്കുന്നവർക്കോ ഓർത്തെടുക്കാനോ ആ പണത്തിൻ്റെ തിണ്ണമിടക്കിലോ അത് മനസ്സിലാക്കാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ അച്ഛൻ്റെ ബാക്കി വാക്കുകളും കൂടെ കേൾക്കാം. ആ പള്ളി ഉണ്ടാക്കിയിട്ട് അവിടെ അവര് പോയി ദൈവത്തെ ആരാധിച്ചു, അടുത്ത തലമുറയെ വിശ്വാസം പഠിപ്പിച്ചു. ഇന്ന് കേരളത്തില് വിശ്വാസം ഇത്രയും സജീവമായിരിക്കുന്നതിന്റെയും പ്രബുദ്ധമാക്കപ്പെട്ടൊരു ജനത ഉണ്ടായതിന്റെയും വചനമറിയാവുന്ന, തിരുസഭയെ ആഴമായിട്ട് മനസ്സിലാക്കുന്ന, ആരാധനകളിൽ സജീവമായി പങ്കെടുക്കുന്ന, വിവിധ സഭകളിലായി ദൈവത്തെ ആരാധിക്കുന്ന ഒരു മഹാജനത രൂപപ്പെട്ടതിന്റെ പിന്നാമ്പുറങ്ങളിൽ അറിയപ്പെടാത്ത ഇതുപോലെയുള്ള അനേകം ചരിത്രങ്ങളുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലത്. മനസ്സിലായോ? ഇറവെള്ളം വീഴുന്ന പുലരികളിൽ കുഞ്ഞുമക്കളുടെ കയ്യിൽ പിടിച്ച് ചേലത്തുമ്പിലും തുണത്തുമ്പിലും മക്കളെ കൂട്ടിക്കെട്ടി പുലരി വെളിച്ചമാകുന്നതിന് മുമ്പേ കാട്ടുമൃഗങ്ങളെ എഴുജന്തുക്കളെയും ഭയപ്പെട്ട് പള്ളിയിലേക്ക് പോയ ഒരു പഴയ തലമുറ അവശേഷിപ്പിച്ച വിശ്വാസത്തിന്റെ തിരുശേഷിപ്പുകളാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ വിശ്വാസം. ആ വിശ്വാസത്തിലൂടെ ഇന്ന് അവിശ്വാസികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതെന്തുകൊണ്ടായിരിക്കാം? ഒന്ന് ആലോചിച്ച് നോക്കി. അന്ന് അമിത വിശ്വാസങ്ങളോ വിഗ്രഹ ആരാധനകളോ ഉണ്ടായതുകൊണ്ടല്ല. അന്നുണ്ടായിരുന്ന കാരണവന്മാർ ആരൊക്കെയോ അവരിലെ വിശ്വാസങ്ങൾ ഒരിടത്തൊത്തുകൂടുവാനും പ്രാർത്ഥിക്കാനും വേണ്ടിയുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടി അവർ കണ്ടെത്തിയ വഴികളായിരുന്നു അന്ന്. ഇതുപോലെ ഇത് രാജപുരം പള്ളിയുടെ മാത്രം ചരിത്രമല്ല. ഞാൻ എന്തുകൊണ്ട് അതൊരു പ്രത്യേക സഭയുടെ എന്ന് പറയാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ സഭയ്ക്കും ഓരോ പള്ളികൾക്കും ഇത്തരം കഥകളുണ്ട്. ഇപ്പം എൻ്റെ ഇടവകയും നിലവിൽ വന്നത് 1962 അന്ന് കുടിയേറ്റ കർഷകർ ആയിട്ടുള്ള 9 വീട്ടുകാരാണ് ആദ്യമായിട്ട് അവിടെ കുടിയേറുന്നത്. എൻ്റെ നാട്ടിലെ കാര്യമായിട്ട് പറഞ്ഞത്.
കാസർഗോഡില്ല. അന്ന് കുടിയേറുന്നത് 1962 അന്നല്ല, അതിനു മുമ്പേ കുടിയേറുന്നത് 1962 ഞങ്ങളുടെ പള്ളി ആദ്യമായി അവിടെ സ്ഥാപിച്ചത് ഒരു മുകളിൽ ഒരു ആസ്പെറ്റോസും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു കുഞ്ഞു ഒരു സംഭവം. ആ ഒരു കുഞ്ഞു കുടിൽ പോലുണ്ടായിരുന്ന സാധനത്തെ പിന്നീട് അത് സ്കൂളായി മാറുമ്പോൾ അതിന് മുകളിൽ 1988 ഞാൻ ഇന്ന് പോകുന്ന പള്ളി പണിതിട്ടുള്ളത്. ആ പള്ളി പണിതിരിക്കുന്നതും കരിങ്കൽ ഭിത്തി കൊണ്ടും അന്ന് ആസ്പെറ്റോസ് ഷീറ്റ് കൊണ്ടും ഒക്കെ ആയിരുന്നു 1988. അന്ന് ഞാൻ ഓർക്കുന്നു തറ പോലും കരിങ്കല്ലാണ്. അതുപോലെ തന്നെ അന്നത്തെ ജനതയുടെ ഒരുപാട് കഷ്ടപ്പാട്, എൻ്റെ അപ്പൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരുപാട് വിയർപ്പുകൾ അന്നത്തെ എന്താ പറയുക, വയലിലും പുൽമേടുകളിലും കുന്നുകളിൽ തെരുവ വെട്ടിയും വാറ്റിയും അല്ലെങ്കിൽ പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുത്തിരുന്ന, ഒരുപാട് കൊടുങ്കാടുകളിൽ പണിയെടുത്തിരുന്ന പന്നി, കാട്ടുപോത്തൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഈ കാട്ടുപോത്തിനെ നമ്മൾ കാണുന്നത് എനിക്ക് തോന്നുന്നു ഒരു 1995 ശേഷം ഇപ്പോഴാണ് നമ്മൾ ഈ കാട്ടുപോത്തിനെ ഇത്രയധികമൊക്കെ കണ്ടു തുടങ്ങുന്നത്, ആനയൊക്കെ. അപ്പോൾ അന്ന് അതുപോലെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പള്ളി ഇന്നും, അതിൽ ചിലരൊക്കെ പൊളിച്ച് കളയണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ പള്ളിക്ക് ഒരു കുഴപ്പമില്ലാത്തതുകൊണ്ട് ഇപ്പം ഞങ്ങൾ അതിൻ്റെ മേൽക്കൂര മാത്രം, അതിൻ്റെ കുറച്ച് ലീക്കൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് മാറ്റി പണിയാണ് ചെയ്തത്. അപ്പം ആ പൈതൃകങ്ങൾ നമ്മൾക്കറിയുന്നത് കൊണ്ട് തന്നെ ആ പള്ളി പൊളിക്കണമെന്ന് ഒരു ആഗ്രഹമില്ലാത്ത വ്യക്തിയാണ് ഞാൻ. കാരണം അത് ഈ പള്ളി കാണുമ്പോൾ എനിക്ക് ഞങ്ങളുടെ ഇടവ് പള്ളിയും ഓർമ്മ വരുന്നു. അതേപോലെ തന്നെ തലയുയർത്തി നിൽക്കുന്ന ഒരു പള്ളിയാണ് ഇതും എന്നുള്ളത് അതിൻ്റെ ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു താരതമ്യം എനിക്ക് പെട്ടെന്ന് തോന്നിയതുകൊണ്ടാണ് എനിക്ക് അത്രത്തോളം ഒരു വികാരം തോന്നിയത്. കാരണം ആ പള്ളിയുടെ തറ കെട്ടുന്നത് മുതൽ എനിക്ക് ഓർമ്മയുണ്ട്. തറ കെട്ടി കുറച്ച് കാലങ്ങൾ ഇട്ടതിന് ശേഷമാണ് അതിന് പള്ളി ആയിട്ട് പണിയുന്നത്, കാടൊക്കെ കയറി തുടങ്ങിയതിന് ശേഷമാണ്. അപ്പോൾ അന്ന് കൂട്ടിവെച്ചിരിക്കുന്ന നക്കാപ്പിച്ച തുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അന്ന് 10,000 രൂപയുണ്ടെങ്കിൽ ഇന്ന് 10 ലക്ഷം രൂപ പോലും ആ മൂല്യം ഉണ്ടാകാത്ത കാലഘട്ടത്തിൽ പണിത പള്ളി. അപ്പോൾ 62 പണിത ഒരു പള്ളിയുടെ കാര്യം നമുക്ക് ഊഹിക്കാവുന്നത് മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പോൾ ആ കഷ്ടപ്പാടുകൾ അച്ഛൻ പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങളും വേദനകളും വിയർപ്പുകളും ഉണ്ട് എന്ന് തന്നെ വേണം ചിന്തിക്കാൻ. അതാണ് നമ്മൾ തലയ്ക്ക് മേളിൽ കിടക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്നറിയാമോ, ഇത് എഴുതപ്പെട്ടിട്ടില്ല. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ജനത വിശ്വാസത്തിന് വേണ്ടി ചൊരിഞ്ഞ ചോരയുടെ റെക്കോർഡുകളില്ല, ഇല്ല, വളരെ ചുരുക്കമേ ഉള്ളൂ. പ്രത്യേകിച്ച് കേരള ജനത വിശ്വാസത്തിന് വേണ്ടി ചെയ്ത, അല്ലെ വിശ്വാസം ഇവിടെ രൂപപ്പെടാൻ വേണ്ടി നടത്തിയ ആ ചരിത്രം അങ്ങനെയൊന്നും ഇല്ലത്. അപ്പസ്തോലൻ പറയാണ് ഇത് ആകെയുള്ളത് എവിടെന്നറിയാം, ഇത് മനുഷ്യന്റെ ഓർമ്മകളിലാണ്. ഓർമ്മകളിൽ ഇത് കിടപ്പുണ്ട്, ഇത് മറന്നു പോകരുതെന്ന്. എങ്ങനെയാണ് ഈ വിലപ്പെട്ട വിശ്വാസം കിട്ടിയതെന്ന് മറന്നു പോകരുതെന്ന്. ഇപ്പൊ ഉദാഹരണത്തിന് സിമ്പിൾ ആയിട്ട് പറഞ്ഞാല്, ഇപ്പൊ ഈ ബൈബിള് ഇപ്പൊ ഒരു 100-200 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഗ്രന്ഥം കിട്ടും, ഇത് കിട്ടും, ഈ പുസ്തകം കിട്ടും. അപ്പൊ ഇത്രയും ഒരു 200 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് മനുഷ്യന്റെ ഒരു സുവിശേഷം, ഒരു വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നതിന് വലിയൊരു എമൗണ്ട് ഒന്നും അല്ല. അപ്പൊ ഒരു 200 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഈ ബൈബിള് കിട്ടുമെങ്കിൽ 200 രൂപ കൊടുത്ത് വാങ്ങിച്ച പല ആളുകൾക്കും ഇതിന് 200 രൂപയുടെ വിലയുള്ളൂ. എന്നാൽ ഇത് എഴുതപ്പെട്ടതിന്റെയും ഇത് നമ്മൾ സംസാരിക്കുന്ന പ്രാദേശിക ഭാഷയിൽ നമ്മുടെ വീട്ടുമുറ്റത്തും നമ്മുടെ കരങ്ങളിലും ഇത് എത്തുന്നതിന്റെയും പിന്നാമ്പുറങ്ങളിൽ ചോരയും ജീവനും കൊടുത്ത മനുഷ്യരുടെ ഒരുപാട് കഷ്ടപ്പാടിൻ്റെയും വേദനയുടെയും വീർപ്പിൻ്റെയും ഗന്ധമുണ്ടെന്നറിയണമെങ്കിൽ അങ്ങനെയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിക്കണം. അങ്ങനെയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ച കുറച്ചാളുകൾ ആ ഇടവകയിലും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ അതിന് സംരക്ഷണ സമിതി ഉണ്ടാക്കുകയും, അതായത് ഒരു ഇടവകയിൽ ആലോചിച്ച് നോക്കണം, ഒരു ഇടവക എന്ന് പറയുമ്പോൾ ആ ഇടവകയുടെ കീഴിൽ വരുന്ന വിശ്വാസ സമൂഹങ്ങൾക്ക്, അത് പിന്നെ കാനായി ആണെങ്കിലും കാത്തോലിക്കനാണെങ്കിലും ലത്തീനാണെങ്കിലും ആരാണെങ്കിലും അവിടെ വരുവാനും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവർക്കൊന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാനുമുള്ള ഒരു സ്ഥലം മാത്രമാണ് ദേവാലയം. അല്ലാതെ നമുക്കവിടെ പോയി അങ്ങ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കർത്താവ് ഉടലോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും എന്നുള്ളതല്ല. ആ ഒന്നിച്ചൊരു കൂട്ടായ്മ കൂടുന്നതിനും പ്രാർത്ഥിക്കാനുമുള്ള ആ ഇടത്തെ, അവിടെ നമ്മുടെ പൂർവികരുടെ ഓർമ്മകൾ നിലനിർത്തുന്ന തിരുക്കുടുംബ ദേവാലയമായിട്ടുള്ള ആ ദേവാലയത്തെ സ്മാരക പൈതൃകമായി നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, കാരണം അതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, അത്യാവശ്യം ജനങ്ങളൊക്കെ കൊള്ളുന്ന രീതിയിൽ വലിയൊരു പള്ളി തന്നെയാണ്. ഒരു കുരിശാകൃതിയിൽ ഏറ്റവും മനോഹരമായി ഈ പറഞ്ഞ പോലെ കരിങ്കല്ലിലും മരത്തിലും ഓടിലും പണിയുകയും ഒരു തുള്ളി വെള്ളം പോലും അവിടെ പിന്നെ ലീക്ക് പോലും ഇല്ലാതിരുന്ന ഒരു ദേവാലയത്തെ നശിപ്പിക്കാൻ വേണ്ടി പണത്തിൻ്റെ ഹുങ്കിൽ കോട്ടയം രൂപതയുടെ കീഴിൽ വരുന്ന ഈ ദേവാലയം പൊളിച്ചു പണിയുന്നതിന് വേണ്ടി കുറച്ച് ആളുകളൊക്കെ, കുറച്ച് ഫണ്ടുകളൊക്കെ അവർക്ക് സ്പോൺസർ ചെയ്തപ്പോഴേക്കും ഈ ഒരു പൊളിച്ചു പണിയിലൂടെ എത്ര ലക്ഷം രൂപ കണ്ടെത്താൻ കഴിയുമെന്ന കുബുദ്ധി ആ പിതാവിൻ്റെ കുബുദ്ധിയിലുണ്ടായിരുന്നത് കൊണ്ടും അതിന് പറയാൻ പറ്റുന്ന നമുക്ക് ഒരൊറ്റ കാര്യമുള്ളൂ,
അന്യൻ പറക്കുന്ന കാശ് കൊണ്ട് അപ്പോൾ നിന്ന് വെൻസയിലും കോണ്ടാസയിലും എന്ന് പണ്ട് ലേലം സിനിമയിൽ സോമൻ പറഞ്ഞ പോലെ നമ്മുടെ ദേവാലയങ്ങൾ പൊളിച്ചു പണിയണമോ എന്ന് തീരുമാനിക്കേണ്ടത് ആ ഇടവക ജനങ്ങളാണ്. ആ ഇടവക ജനങ്ങൾക്ക് ആവശ്യമില്ലാത്തിടത്തോളം കാലം അവിടെ വരുന്ന ഒരു വൈദികനോ അതിന് മുകളിലിരിക്കുന്നവരോ എന്തിനത് പൊളിച്ചു പണിയണം? അത്രയും നമ്മൾ ചിന്തിച്ചാൽ പോരെ. കാരണം ആ ഇടവകയിലുള്ളവരാണ് അവിടെ പോകേണ്ടത്. ആ ഇടവകയിലുള്ള മാതാപിതാക്കളുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടുവാനും ആ മാതാപിതാക്കളുടെ മക്കളെ വിശ്വാസത്തിലൂടെ വളർത്തുവാനും അവർക്ക് പോയിരിക്കുവാനുള്ള ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാന ബലിയർപ്പിക്കുവാനുള്ള ഒരു ഇടം മാത്രമാണ് ദേവാലയം എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസത്തിലൂടെയും ദേവാലയങ്ങളിലും ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നതും എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സാമാന്യബോധമില്ലാത്ത ഇത്തരത്തിലുള്ള ആളുകൾ ആ ഇടവകയിലെ തന്നെ ചിലരും അവിടെ വരുന്ന വൈദികൻ എന്തിനാണ് യഥാർത്ഥത്തിൽ ഒരു ഇടവകയിൽ വരുന്നത്? ആ ഇടവകയിലുള്ള വിശ്വാസങ്ങളെ ഊട്ടിയുറപ്പിക്കുവാനും കൂടുതൽ പകർന്നു നൽകുവാനും വിശുദ്ധ കുർബാന അർപ്പിക്കുവാനുമല്ലേ, അല്ലാതെ കച്ചവടത്തിനല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും കച്ചവടത്തിന് താല്പര്യമുള്ള അച്ഛന്മാർ വരുമ്പോൾ കച്ചവടത്തിന് താല്പര്യമുള്ള ആളുകൾ അച്ഛന്മാരുടെ കൂട്ടത്തിൽ കൂടും. അതെൻ്റെ ഇടവകയിലും ഉണ്ടായിരുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ ഇടവകയിലും ഇത്തരത്തിലുള്ള വിശ്വപ്രഖ്യാപിതമായിട്ടുള്ള ഒരു സ്കൂൾ കെട്ടിട പണിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ദേവാലയങ്ങളിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുവാനല്ലാതെ ഇത്തരം കാര്യങ്ങൾക്ക് കഴിയുമോ എന്നുള്ളത് ഇത്തരം ചിന്തകളിലൂടെ പോകുന്ന കുടില ബുദ്ധിക്കാരായിട്ടുള്ള ബിസിനസ്സുകാരായിട്ടുള്ള വൈദികരും അവരോടൊപ്പം കൂടുന്ന ആളുകളും ഒറ്റപ്പെടുത്തുന്നത് അവിടുത്തെ വിശ്വാസികളെ ആയിരിക്കാം. അതുപോലെ തന്നെ തകർക്കുന്നത് അവിടുത്തെ വിശ്വാസങ്ങളെ ആയിരിക്കാമെന്ന തിരിച്ചറിവില്ലാത്തവരാണ് ഇത്തരം കാര്യങ്ങളിലൂടെ പോകുന്നത്. പറയുമ്പോൾ നിങ്ങളാരും ഞാൻ അമിത വിശ്വാസം മൂത്ത് പറയാമെന്നൊന്നും ആരും കരുതണ്ട. ഞാൻ അമിത വിശ്വാസിയൊന്നുമല്ല, വിശ്വാസിയാണ്, അത്രേ ഉള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ ആ ഇടവകയിലെ മെജോറിറ്റി ആളുകൾക്ക് ആ പള്ളി പൊളിക്കണം എന്നാൽ തന്നെയാണ് അഭിപ്രായമെങ്കിൽ പൊളിക്കട്ടെ, പൊളിച്ച് പുതിയ പണി പറയട്ടെ, നമ്മളല്ലല്ലോ, അവരല്ലേ കാശ് മുടക്കുന്നത്. പക്ഷേ പൊളിക്കുന്നത് ഒരല്പം മാന്യമായി ചെയ്യാം. ഒരു ദേവാലയം പൊളിക്കുമ്പോൾ വേണ്ട ഒരു രൂപം പോലും കൊത്തിവെക്കാത്ത ഒരു കുരിശ് പോലും പൊളിച്ചു കളഞ്ഞതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം ഒരുപാട് വിപ്ലവങ്ങളും പോലീസും ഫോറസ്റ്റും ഒക്കെ പോയ ഒരു ചരിത്രം നമ്മൾ കണ്ടതാണ്. കുരിശിൻ്റെ ഒരു എഴുന്നള്ളിക്കുന്നതിന് വേണ്ടി ചെന്ന സമയത്ത് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് 1962 ആലോചിച്ച് നോക്കണം. നമ്മൾ എത്ര കൊല്ലങ്ങളായിട്ട് 63 കൊല്ലങ്ങളായി, 63 കൊല്ലമല്ലേ, 63 കൊല്ലങ്ങളായിട്ട് അവിടുത്തെ 3-4 തലമുറകൾ പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു ദേവാലയത്തെ എത്ര ഹീനമായിട്ടാണ് അവർ തള്ളി മറിച്ചിടുന്നതെന്ന് ആലോചിച്ച് നോക്കണം. അവിടെ ഇടവക്കാരുടെ വളരെ ചുരുക്കം സാന്നിധ്യത്തിൽ സുപ്രീം കോടതി പോലും അവിടെ പുതിയ പള്ളി പണിയാൻ പറ്റില്ല എന്ന് സ്റ്റേ കൊടുത്തിട്ടുള്ള സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന അച്ഛൻ അഥവാ അച്ഛൻ്റെ കൂട്ടത്തിൽ കുറച്ചാളുകൾ കൂടി അവരുടേതായിട്ടുള്ള പണിക്കാരെ കൊണ്ടുവന്ന് ഓടുകളൊക്കെ വലിച്ചെറിഞ്ഞ് നശിപ്പിച്ച് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കസേരകളും ബെഞ്ചും മാത്രം എടുത്ത് മാറ്റിക്കൊണ്ട് ബാക്കി കംപ്ലീറ്റ് സാധനം JCBക്ക് തകർത്തെറിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതിൽ ഒരു കള്ളത്തരവും അല്ലെങ്കിൽ ആ പള്ളി പൊളിക്കാൻ അവിടെ ഉണ്ടാക്കേണ്ടിയിരുന്നത് അവിടുത്തെ ജനങ്ങളായിരുന്നില്ലേ? ഈ ഓടും മരങ്ങളും ഒക്കെ ഒരു കൊട്ടേഷൻ വിളിച്ച് കൊടുത്തിരുന്നെങ്കിൽ അത്രയും വലിയൊരു പള്ളിക്ക് എനിക്ക് തോന്നുന്നു മിനിമം ഒരു 3 ലക്ഷം രൂപയെങ്കിലും ആ മരത്തിനും ഓടിനും കൂടി ആരെങ്കിലും കൊട്ടേഷൻ എടുക്കാൻ ഉണ്ടാകുമായിരുന്നു. കരിങ്കല്ലിൽ പണിത ഭിത്തി, ആ കരിങ്കല്ലുകൾ മാത്രം മതി നമുക്ക് മാന്യമായിട്ട് അത് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അടുത്ത പള്ളിയുടെ തറക്കല്ല് കെട്ടാനതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ളപ്പോൾ എന്തിനു വേണ്ടിയായിരിക്കണം ഇത്ര ധൃതിപ്പെട്ട് ഇങ്ങനെ ഒരു സാഹസം എന്നുള്ളത് ചിന്തിച്ച് നോക്കുമ്പോൾ ഞാൻ എന്തിനിത് പറയുന്നു എന്നുള്ളത് മനസ്സിലാകും. അത് ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരുപാട് അവിടുത്തെ ആളുകളുടെ വേദനകൾ ഞാൻ ഒരുപാട് വീഡിയോയിലൂടെയും വോയിസിലൂടെയൊക്കെ കേട്ടതുകൊണ്ടാണ് ഇത്തരമൊരു കാര്യം പറയാൻ കാരണം. അങ്ങനെ പറയുന്ന കാര്യം മറ്റൊന്നിനുമല്ല, ഓരോ മേലധ്യക്ഷന്മാരും ഓരോ ദേവാലയങ്ങളും പണിയാൻ ഒരുങ്ങുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ടത് ആ ഇടവകയിലെ ആ ജനത്തിൻ്റെ ആവശ്യം ആണോ ഈ ദേവാലയം പണിയേണ്ടത്, അതോ കുത്തക ബൂർഷ പണത്തിൻ്റെ ഹുങ്ക് കാണിക്കുന്ന മുതലാളിമാരുടെ ആവശ്യമാണോ വിശ്വാസം വളർത്തേണ്ടത് എന്നുള്ളത് ചിന്തിക്കാൻ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ മുഴുവൻ ചെയ്യുന്നത്. ഒരു ദേവാലയങ്ങളും പണിയപ്പെടേണ്ടത് ഒരുത്തൻ്റെയും പണത്തിൻ്റെ ഹുങ്കിലോ
ധാർഷ്ട്യത്തിൻ്റെ മുകളിലോ ഏതെങ്കിലും രൂപത പിതാവിൻ്റെ കൽപ്പനകളുടെ പുറത്തല്ല. ഓരോ ഇടവക ജനത്തിനു വേണ്ടി ആ ഇടവക ജനങ്ങളുടെ ആവശ്യപ്രകാരം ആ ഇടവകയിലെ ജനങ്ങളെ ഒത്തുചേർത്തുകൊണ്ടാവണം ഓരോ ദേവാലയങ്ങളും പണിയേണ്ടത്. അല്ലാതെ തെണ്ടിത്തരം കാണിക്കരുത്. അത് ഈ ഒരു പള്ളി എന്നുള്ളതല്ല, ഏത് പള്ളി ഏത് രാജ്യത്ത് പണിതാലും ശരി, ഏത് സംസ്ഥാനങ്ങളിൽ പണിതാലും ശരി, ഏത് ജില്ലയിൽ പണിതാലും ശരി, ഏത് ദേവാലയത്തിൻ്റെ ഇടവകയിൽ പണിതാലും അങ്ങനെയാകാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ഇടങ്ങളിലെ ആ വിശ്വാസികൾ വരൂ, അവർ പ്രാർത്ഥിക്കൂ, അവരുടെ വിശ്വാസം ഊട്ടി ഉറപ്പിക്കൂ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സാമാന്യബോധമില്ലാതെ ചെയ്തതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ ഒരു വിഷയം പറയുന്നത്. ആ വേദനകളിൽ ആ അമിത വിശ്വാസം കൊണ്ടല്ല എന്ന് ഞാൻ വീണ്ടും പറയുന്നു. എങ്കിലും അവിടുത്തെ ആ പൈതൃകം സംരക്ഷിക്കുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ ആ ആളുകളുടെ, അല്ലെങ്കിൽ അവിടുത്തെ വിശ്വാസികളുടെ മുഴുവൻ വേദനകളിലും പങ്കുചേർന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിന്റെ പിന്നാമ്പുറങ്ങളിൽ വിശ്വാസം ഒരു ദേശത്ത് രൂപപ്പെടുന്നതിന് അതിന്റെ പിന്നാമ്പുറങ്ങളിൽ ഒഴുക്കപ്പെട്ട ചോരയുടെയും കണ്ണീരിന്റെയും വിയർപ്പിന്റെയും കഷ്ടപ്പാടിന്റെയും നിലവിളിയുടെയും രേഖപ്പെടുത്തപ്പെടാത്ത ചരിത്രങ്ങളുണ്ട്. ഇപ്പൊ കേരളത്തിൽ വിശ്വാസം രൂപപ്പെട്ടതിന്റെ പിന്നില് എത്രയോ മനുഷ്യരൊഴുക്കിയ വിയർപ്പും ചോരയും കണ്ണുനീരും ഉണ്ട്. അതൊന്നും എഴുതപ്പെട്ടിട്ടില്ല. നമ്മൾ ഓരോ നാട്ടിലും ചില ആളുകളൊക്കെ കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അതായത് പഴയതിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അതിനെ നശിപ്പിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു പ്രത്യേക കാര്യമാണ്. ഒരുപാട് മനുഷ്യരുടെ വിയർപ്പിൻ്റെ ഫലമാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ആ കാലഘട്ടങ്ങളിൽ പണ്ടൊക്കെ ഞങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ കുടിയേറിപ്പാർത്ത ഒരുപാട് ആളുകൾ വെട്ടിപ്പിടിച്ച സ്ഥലങ്ങളും അല്ലാതെയൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഇവരുടെ പേരിലൊക്കെ വന്നിട്ടുണ്ട്. അത് ഇന്ന് പട്ടയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അക്കാലത്ത് എടുത്തതിൽ നിന്ന് അത് എല്ലാ സമുദായത്തിലുള്ള ആളുകൾ വിട്ടുകൊടുത്ത സ്ഥലങ്ങൾ തന്നെയാണ് പള്ളികളായും അമ്പലങ്ങളായും മുസ്ലിം പള്ളികളായൊക്കെ രൂപപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ ഒരു മെത്രാനച്ചന്മാരുടെയും തറവാട്ടിൽ നിന്ന് കൊടുത്ത സ്വത്താവാൻ ഒരു സാധ്യതയില്ല. അതുകൊണ്ട് രൂപതയുടെ കീഴിലേക്ക് വന്നിരിക്കുന്ന സ്വത്തുവകകൾ മുഴുവൻ ഞങ്ങളുടേതാണെന്ന് ഇന്നലെ പിതാവാകുന്ന ആളുകൾ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ആ ഇടവക ജനത്തിൻ്റെതാണെന്ന് ചിന്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇടവക ജനങ്ങൾ രൂപതകളെ ഒറ്റപ്പെടുത്തും. അപ്പോൾ ഇടവക ജനങ്ങളുടേത് മാത്രമായിട്ട് മാറും. വിശ്വാസങ്ങൾ സ്വാഭാവികമായും കൂട്ടായ്മകളിലേക്ക് ഒതുങ്ങിപ്പോവും. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. എങ്ങനെയാണ് വിശ്വാസികൾ ദേവാലയങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത്? ഇവിടെ അല്ലാതെ ചില ആളുകൾ വർഗീയതകൾ പറയുന്നത് പോലെ ക്രിസ്ത്യാനികൾ ഒറ്റപ്പെടുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒറ്റപ്പെടുത്തിയിട്ടല്ല. മുസ്ലിങ്ങൾ ഒറ്റപ്പെടുന്നത് ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒറ്റപ്പെടുത്തിയിട്ടല്ല. ഹിന്ദുക്കൾ ഒറ്റപ്പെടുന്നത് മുസ്ലിമും ക്രിസ്ത്യാനിയും ഒറ്റപ്പെടുത്തിയിട്ടല്ല. ഓരോ മതങ്ങളും ഒറ്റപ്പെടുന്നത് ആ മതങ്ങളുടെ നേതാക്കന്മാരായിട്ടുള്ള മേലധികാരികളായിട്ടുള്ള ആളുകളിലേക്ക് രാഷ്ട്രീയവും പണത്തിൻ്റെ തിണ്ണമെടുക്കും ചെല്ലുമ്പോൾ, അവരിലൂടെ വർഗീയത ഒഴുകുമ്പോൾ, അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി, പണത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി അവർ വിശ്വാസികളെ ഒറ്റപ്പെടുത്തുമ്പോൾ, വിശ്വാസങ്ങൾ ഇല്ലാതാക്കപ്പെടുമ്പോൾ, വിശ്വാസങ്ങൾ ഖനിക്കപ്പെടുമ്പോൾ ആ ഓരോ മതങ്ങളും അല്ലെങ്കിൽ വിശ്വാസികൾ അവരിലേക്ക് ഒതുങ്ങുകയും വിശ്വാസത്തിൻ്റെ പേരിൽ രാഷ്ട്രീയമായും സാമ്പത്തികമായും മുതലെടുക്കുന്ന ആളുകളിലേക്ക് ആ വിശ്വാസങ്ങളെയും സമുദായങ്ങളെയും കെട്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുന്നു? ഓരോ മതങ്ങളിലേക്കും കൈകടത്തുവാൻ വേണ്ടി ഒരുപാട് വലിയ വലിയ ആളുകൾ വരും. അതിനെ അവർ വർഗീയതകളിലൂടെ മുതലെടുക്കേണ്ടി വരും. അങ്ങനെ വർഗീയതകളിലൂടെ മുതലെടുക്കുമ്പോൾ വീണ്ടും നമ്മുടെ സമൂഹം ഒരു കലാപ കാലഘട്ടങ്ങളിലേക്ക്, പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതുപോലെ കുരിശ് യുദ്ധങ്ങളിലേക്കും ഹിന്ദു മുസ്ലിം ലഹളകളിലേക്കും നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കുവാൻ വേണ്ടി ഇത്തരം പണക്കൊഴുപ്പ് കൊണ്ട് ഇറങ്ങുന്നവർ ചിന്തിക്കുക, നമ്മുടെ വിശ്വാസങ്ങളെ തകർക്കുന്നത് അതേത് മേലധ്യക്ഷനാണെങ്കിലും അവരെ എതിർക്കാൻ കഴിയുന്നവരാണ് വിശ്വാസികൾ. കർത്താവ് യേശുമിശിഹ ഇന്നുണ്ടായിരുന്നെങ്കിൽ സത്യമായും ചാട്ടവാറെടുത്തിട്ട് അടിച്ചോടിക്കുമായിരുന്നു ഈ പള്ളി പൊളിച്ച ആ തെണ്ടികളെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനിപ്പോൾ ഏത് ഇടവകൾ പുതുക്കി പണിയുവാനാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ബഹുമാനത്തോടു കൂടി, യഥാർത്ഥത്തിൽ എനിക്കിവിടെ ഒരൊറ്റ കാര്യം പറയാനുള്ളത്, ആ ഇടവകക്കാർ തീരുമാനിച്ചാണെങ്കിൽ നടത്തട്ടെ. പക്ഷേ ആ കുരിശ് 3 താഴെ ഇറക്കാമായിരുന്നു. ആ ഓടുകൾ മാന്യമായി നഷ്ടപ്പെടുത്തി കളയാതെ പൊളിച്ചെടുക്കാമായിരുന്നു. ആ മരങ്ങൾ മാന്യമായി എടുക്കാമായിരുന്നു. അതിന് ഏറ്റവും പവിത്രതയോടുകൂടി മാന്യമായി ഇടവക ജനങ്ങളെ കൂട്ടി ചെയ്യാമായിരുന്നു. ഇടവക ജനങ്ങളില്ലാതെ ഇടവകയില്ല.
അണികളില്ലാതെ ഒരു നേതാക്കളുമില്ല, വിശ്വാസികളില്ലാതെ സമുദായങ്ങളില്ല എന്ന് ചിന്തിക്കാൻ കഴിയാനുള്ള സാമാന്യ ബോധമെങ്കിലും വലിയ മെത്രാനച്ചന്മാർക്കും ഓരോ മതപണ്ഡിതന്മാർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടെ നിരീശ്വരവാദികളൊക്കെ ഉണ്ടായിരുന്നത് എന്നുള്ളതൊക്കെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ കാലഘട്ടത്തിലൂടെ പോകണം. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന്, അതായത് സ്വന്തം വില്ലേജിൽ നിന്നോ അല്ലെങ്കിൽ ജില്ലയിൽ നിന്നോ മറ്റ് സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ഏത് മതമാണെങ്കിലും, ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും, സ്വന്തം വില്ലേജിൽ നിന്ന് പുറത്തു പോയി ഒരു മാസമെങ്കിലും ജോലി ചെയ്യാത്ത ആളുകൾ മാത്രമേ വർഗീയത പറയുന്ന തെണ്ടുകളായിട്ടുള്ളൂ. അതൊന്നെങ്കിൽ അവരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് അല്ലെങ്കിൽ മത നേട്ടങ്ങൾക്ക്. ഒരു മാസമെങ്കിലും സ്വന്തം വില്ലേജിൽ നിന്ന് എങ്കിലും പുറത്തു പോയി ജോലി ചെയ്തിട്ടുള്ള ആളുകൾ വിശ്വാസികളാണെങ്കിലും അമിത വിശ്വാസികളോ അന്ധവിശ്വാസികളോ അല്ല. വർഗീയത കേൾക്കുന്നതും പറയുന്നതും അവർക്ക് അറപ്പാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. അതുകൊണ്ട് ഓരോ വിശ്വാസങ്ങളും പടുത്തുയർത്തേണ്ടത് വിശ്വാസികളുടെ മനസ്സിലാണ് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. അത് നശിപ്പിക്കുന്ന ഒരാളും ആ മതത്തിൻ്റെ മേലധികാരികളല്ല, മേലധ്യക്ഷന്മാരല്ല എന്ന് മാത്രം സൂചിപ്പിക്കട്ടെ. ഇനി അങ്ങനെ സംഭവിക്കാതെയും ഇരിക്കട്ടെ. ഇനിയും ഇത്തരം പള്ളികൾ പൊളിക്കുമ്പോൾ അത് വിശ്വാസികളുടെ മനസ്സിലേക്ക് മുറിവുകൾ ഏർപ്പെടുത്തിക്കൊണ്ട് ആവാതിരിക്കട്ടെ. ഇത്തരം പാരമ്പര്യ പൈതൃകങ്ങൾ നിലനിർത്തണമെന്ന് ഒരു ഇടവകയാണെങ്കിലും ഏത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും വിശ്വാസികൾ ആവശ്യപ്പെട്ടാൽ അത് നടത്തി കൊടുക്കാനുള്ളവരാകട്ടെ മേലധികാരികൾ, മേലധ്യക്ഷന്മാർ എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഈ വിഷയത്തിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ആരടാ അത് പറയാൻ എന്ന് ചോദിക്കുന്നവരോട് പോയി പണി നോക്കടാ എന്ന് മാത്രമേ പറയാനുള്ളൂ എന്നുകൂടി സൂചിപ്പിക്കുന്നു. തനിമ വളർത്തും ആചാരങ്ങൾ എന്നു പറഞ്ഞു കളിപ്പിച്ചു. തനിമ വളർത്താനായിട്ടവരോ തമ്മിൽ തല്ലിക്കലഹിച്ചു. തനിമ വളർത്തും ആചാരങ്ങൾ എന്നു പറഞ്ഞു കളിപ്പിച്ചു. തനിമ വളർത്താനായിട്ടവരോ തമ്മിൽ തല്ലിക്കലഹിച്ചു. ചേട്ടൻ മറ്റൊരു രൂപതയാ, അനിയൻ വേറൊരു രൂപതയാ. സ്വന്തക്കാരും ചാറ്റക്കാരും തമ്മിൽ ശത്രുതയാ. ചേട്ടൻ മറ്റൊരു രൂപതയാ, അനിയൻ വേറൊരു രൂപതയാ. സ്വന്തക്കാരും ചാറ്റക്കാരും തമ്മിൽ ശത്രുതയാ. മൂഞ്ചിയോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചപ്പോൾ. മൂഞ്ചിയോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചപ്പോൾ. ഒരുമ വളർത്തിയൊരപ്പൂപ്പൻ, തനിമ വളർത്തിയൊരമ്മൂമ്മ. പേരക്കുട്ടികൾ 5-6 തനിമയിലൊന്നും അതില്ലെന്നേ. ഒരുമ വളർത്തിയൊരപ്പൂപ്പൻ, തനിമ വളർത്തിയൊരമ്മൂമ്മ. പേരക്കുട്ടികൾ 5-6 തനിമയിലൊന്നും അതില്ലെന്നേ.